നല്ല ചൂട് സൂറത്ത് സമൂസ വിത്ത് എന്തോ ഒരു പച്ച കളർ മസാല. നല്ല ടേസ്റ്റ് കേട്ടോ. സ്പെഷ്യൽ കുൽച്ച. കുൽച്ചയാണോ ഇത്? ഒരു ഗ്രേവിയും കൂടെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ട്രൈ ചെയ്തിട്ട് നഷ്ടമായി പോകാനാ. പിള്ളേർ ഉറങ്ങുക, അതെന്തായാലും നന്നായി. അവർക്ക് സ്ട്രീറ്റ് ഫുഡ് ഒന്നും കൊടുക്കണ്ടല്ലോ. പശുക്കളാണ് ഫുൾ റോഡില്. നമുക്ക് ഓടിക്കുന്ന സ്ഥലമില്ല. സാറ ഇതുകൊണ്ട് കാളവണ്ടി കൊണ്ടുണ്ടോ സാറാ? ഈ കാളവണ്ടിയിൽ നിറച്ച് സാധനങ്ങളുമായിട്ട് ഇവര് പോവാട്ടോ. വേറെ സ്ഥലത്ത് താമസിക്കാൻ പോവാ. അതുകൊണ്ടാ. അവിടെ ഒരു കുഞ്ഞു ബേബിനെ കണ്ടോ? കൊറേ പശുക്കളുണ്ട് ഇവിടെ. ഇവിടെ പശുവിന്റെ താണ്ട് ഇപ്പൊ വണ്ടി ഇടിക്കുന്നു. നോക്കി, ഇടിച്ച് നിറച്ച് പശുക്കൾ അവിടെ. നമുക്കും ആ സ്ഥലമില്ല. പശുക്കള് ഫുള്ള് റോഡ് കയ്യേറി. എനിക്ക് സ്നാക്സും വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി. അവിടെ ഭയങ്കര ചൂടാവും. വേഗം വണ്ടിയിൽ തന്നെ തിരിച്ചു കയറി. നീ വന്നാ? നീ വരുന്നുണ്ട് ഞങ്ങളോടെ? ഇവിടൊക്കെ ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടോ ആൾക്കാര് പിരിയന് വരുന്നത്. നമ്മുടെ ക്യാഷ് എടുത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ബാക്കിലെ വണ്ടിയിൽ വാങ്ങിച്ചോളാം വന്നു. ജിമിനി ജോസഫ് ബാക്കിലുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് വാങ്ങിച്ചു. രണ്ട് കണ്ടിക്കും കൂടെ 100 എഴുതിയാൽ മതി. നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോകണമെന്ന്. മൺഡേ ആയതുകൊണ്ട് എന്താ കണ്ടു ഫസ്റ്റ് ഞാൻ എവിടെയാ കണ്ടു. ആക്ച്വലി മൺഡേ ക്ലോസ്ഡ് ആണ് ഇവിടെ. പിന്നെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള പോലീസുകാരൊക്കെ പറഞ്ഞു അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ചെന്ന് നോക്കിയാൽ കാണാമെന്ന്. നമുക്ക് ഇത്ര ദൂരേന്ന് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്ന് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് മാക്സിമം സൂം ചെയ്ത് നോക്കുക. സ്റ്റാച്യുവിന്റെ മുട്ടിന്റെ അത്ര എടുത്ത ഫ്രണ്ടിലെ മലകളൊക്കെ അല്ലേ. നമ്മള് ബാക്ക് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. കുഴപ്പമില്ല, അത്രയെങ്കിലും കണ്ടല്ലോ. വലിയ ഫോഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും കാണാം. കാണുന്നുണ്ടോ? നമ്മൾ ആ സിനിമ കണ്ട വലിയ മറ്റേ മലേന്റെ മനുഷ്യല്ലേ ഇങ്ങനെ നടന്നു വരുന്നേ? അതാണോ? അതാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ അല്ല, നമ്മൾ ഇന്ത്യ ഒന്ന് ആക്കാൻ വേണ്ടി, ഇന്ത്യ ഒറ്റ രാജ്യം ആക്കാൻ വേണ്ടി, ഒരുമിച്ച് ആക്കാൻ വേണ്ടി ഏറ്റവും ഫ്രണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആണ്. അങ്ങനെ കുക്കിങ്ങിന് പറ്റിയൊരു സൂപ്പർ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. സാറെന്താ ഇതിന്റെ മേലെ കയറിയിരിക്കുന്നേ? അന്ന് ഹെൽപ്പ് ചെയ്യടി കുക്ക് ചെയ്യാൻ. വാ വാ വാ, രണ്ടുപേരും മാറി വെക്കാൻ. വേഗം പച്ചു കഴുകിയിട്ട് പെട്ടെന്ന് നമുക്ക് ചോറ് വെക്കട്ടെ. വെള്ളം മറിച്ചു വന്നേക്കില്ലോട്ടോ സാറാ. നോയിക്കൂട്ടിനെ അവിടെ വെച്ചു കൊടുക്കടി. ഇവിടെ വെച്ചുകൊടു. പഠിപ്പിച്ചേ തുറക്കാൻ പാടി.
ഇട്ടോ ഇട്ടോ. അയ്യോ ഇത്ര വേണമല്ലോ. ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ. കുട്ടി കുട്ടി ഉദ്ഘാടനം ഇറങ്ങുന്നല്ലേ സാറേ നീ പഠിക്കാൻ പോവാണോ? ഇതെന്താണ് കാണിച്ചേ? ഏതാ സബ്ജക്ട്? മാത്സ്. അതാ നിന്റെ ഫേവറേറ്റ് അല്ലേ? ഞങ്ങളോട് മിസ് പറഞ്ഞു 10 ദിവസം ലീവ് ഇല്ലാന്നല്ലേ ഓണത്തിന്റെ. അതിനേക്കാളും മുമ്പ് പറഞ്ഞു ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയേ. ഓ അതിപ്പോഴാണോ എന്റെ മോള് ഓർക്കുന്നേ? 1ന്റെയും 2ന്റെ ചെയ്തു, 3ന്റെ 4ന്റെ 5ന്റെ ചെയ്തു, 6 7 8 9 10ന്റെ ചെയ്തു. ഇങ്ങോട്ട് കൊണ്ടുവാ. തോടും കളിയും ഇവിടെ അച്ചാറും മുട്ടയും എങ്ങനെയുണ്ട്? ഇന്നത്തെ ചോറാണ്. രാവിലെ ബ്രെഡ്, ഉച്ചക്ക് സ്ട്രീറ്റ് ഫുഡ്. സ്ട്രീറ്റ് ഫുഡ് അത് കഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു അടുത്ത ടോയ്ലറ്റിലേക്കുള്ള ലൊക്കേഷൻ. നമ്മുടെ ഗുജറാത്തിലെ ഏതോ ഗ്രാമത്തിൽ വന്ന് നമ്മുടെ വേൾഡ് ടോളസ്റ്റ് സ്റ്റാച്യൂവിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഫുഡ്. ഇന്ന് ലീവ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആരുമില്ല. നോക്കി അങ്ങോട്ട് ഒരാളില്ല, നമ്മൾ മാത്രം ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിച്ചോണ്ടിരിക്കുന്നു. പാത്രങ്ങളൊക്കെ ഇനിയും വരും. തുടക്കം ഞാൻ കഴുകു കഴുകു. ഇന്ന് ഇവരുടെ ഡ്യൂട്ടിയാണ് പാത്രം കഴുകുക. കള്ളന്മാരാണ്. ആ ചെറുക്കനുണ്ട്. അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങും ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇന്ന് വഡോദരയിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കുറുക്കന്റെ നാവിലൂടെ വെള്ളം വരാൻ തുടങ്ങി. കുറുക്കന് കൊതി അടക്കാൻ കഴിയും. സ്റ്റോറി കേട്ടോണ്ട് കിടക്കാണോടി? ഞങ്ങൾ ഇവിടെയാണ് കടന്നു തുറക്കാൻ പോകുന്നത്. ബൈ ബൈ.